ഷൊർണൂർ നഗരസഭയുടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് ഇനി മുതൽ പേ പാർക്കിംഗ് കേന്ദ്രമാക്കും. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് 10 ലക്ഷം രൂപ ചെലവാക്കി നവീകരിച്ചിട്ടും ബസ്സുകൾ കയറാത്തതും യാത്രക്കാർ ഇല്ലാത്തതുമാണ് നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിയത്. എന്നാൽ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പേ പാർക്കിംഗിന് കൊടുക്കുന്നതിനാൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. ഒരു പരിധിവരെയുള്ള നഷ്ടം മറികടക്കാനാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലും അതിന് താഴെയുള്ള സ്ഥലങ്ങൾ പേ പാർക്കിങ്ങിന് വേണ്ടി വിനിയോഗിക്കുന്നത്. പണം പിരിക്കുന്നതിന് 2 കണ്ടീജന്റ് ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ നേരങ്ങളിൽ നിർത്തിയിടുന്ന പല വാഹനങ്ങളും രാത്രിയാണ് പിന്നീട് ഉടമസ്ഥർ വന്ന് എടുക്കുന്നത്. ഇന്നു മുതൽ പാർക്കിങ്ങിന് പണം വാങ്ങാൻ തുടങ്ങിയെന്നും അല്ലാത്ത വാഹനങ്ങളെ നിർത്തിയിടാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. എന്നാൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പാർക്കിങ്ങിനായി തുറന്നുകൊടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നും BJP കൗൺസിലർ പ്രസാദ് പറഞ്ഞു. ഇത് സർവീസ് ഓറിയന്റഡ് ആയിട്ടൊരു സ്ഥാപനമായതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് ഇവിടെ പാർക്കിംഗ് നിർത്തേണ്ടത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സ്ഥാപനത്തിലെ ആളുകളുടെ വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങളിപ്പോൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു, അതുപോലെ ബന്ധപ്പെട്ട സമയത്ത് സെക്രട്ടറി പറയുന്നത് കൗൺസിൽ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. ഞാനുൾപ്പെടെ കൗൺസിൽ അംഗമായിട്ടുള്ള കൗൺസിൽ നടന്ന യോഗത്തിൽ അന്നെടുത്ത തീരുമാനം കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അത് കാലത്ത് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിർത്തിപ്പോകുന്ന വാഹനങ്ങൾക്ക് ഫൈൻ എന്ന രൂപേണ ഒരു ടാക്സ് പിരിക്കണം എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ കൗൺസിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ആ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇവിടെ നഗരസഭ ചെയർമാൻ്റെ ആണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ടാക്സ്, അതായത് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടാക്സ് പിരിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല? പാവപ്പെട്ടവൻ ഇപ്പോൾ സാധാരണ 50 വർഷവും 60 വർഷവും പഴക്കം ചെന്ന വീടുകൾക്ക് ഉൾപ്പെടെ 6000-ഉം 5000-ഉം ടാക്സ് പിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ പാവപ്പെട്ടവനെ പിഴിഞ്ഞ് അവൻ്റെ ചോര പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു സമീപനമായിട്ടാണ് ഷൊർണൂർ നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ സമരങ്ങൾക്ക് അത് നേരിടാൻ വേണ്ടി നഗരസഭ അധികൃതർ തയ്യാറാവേണ്ടി വരുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഓർമ്മിപ്പിക്കുകയാണ്. രാത്രി 10-ന് ശേഷം സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറിന് 20 രൂപയും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് 100 രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ കയറുന്നതിന് നടപടിയെടുക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നുമായില്ല. UTV ന്യൂസ്, പാലക്കാട്.